ഞാൻ വന്നിട്ടുള്ളത് ചേമ്പിൻ്റെ തൂമ്പ് വെച്ചിട്ട് ഒരു പച്ചടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് മക്കൾക്ക് ഇലക്കറികളോടൊന്നും വലിയ പ്രിയമല്ല. അപ്പം നമ്മൾ അവർക്ക് ആണെങ്കിലും ചിക്കനും ബീഫും മീനും ആ ഒരു രീതിയിലാണ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ അവർ കഴിക്കുന്ന രീതിയിൽ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു പച്ചടി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വലിയ ചേമ്പിൻ്റെ തൂമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ലാസ്റ്റ് വരുന്ന ആ ഒരു തൂമ്പ്, ഇലയോട് കൂടിയുള്ള തൂമ്പ് അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇല ചൊറിയൊന്നുമില്ല. അപ്പം ഞാനൊരു 3 തൂമ്പ് ഞാൻ അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കേകി കൊണ്ടുവന്നിട്ട്, അരിഞ്ഞിട്ട് പിന്നെ കേൾക്കാൻ പറ്റില്ല, നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ കേകിയിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാൻ. അരിഞ്ഞതിന് ശേഷം നമ്മളതിൻ്റെ തൊലി മാത്രം ഒന്ന് നീക്കം ചെയ്താൽ മതി. അപ്പോൾ ഞാനതിൻ്റെ തൊലി ഒന്ന് നീക്കം ചെയ്യണം. അതിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ അതിൻ്റെ ആ ഒരു തൊലി നമുക്ക് പോന്ന് കിട്ടും. ഇങ്ങനെ ആ തൊലി കളഞ്ഞിട്ട് വേണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയാൻ. ഇപ്പോൾ എല്ലാതിൻ്റെയും തൊലി ഞാൻ ഇവിടെ ഇതാക്കിയിട്ടുണ്ട്. ഇനി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കുക. അത് ഇലയും തണ്ടും ഒക്കെ ഇതേപോലെ ചെറിയതാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ തൂമ്പ് ഇല ആയതുകൊണ്ട് അത് ചൊറിയില്ല. ഇതേപോലെ ചെറിയതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ചീരയൊക്കെ അരിയുന്നത് പോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് ഒഴിക്കണ്ട. അത് തണ്ടൊക്കെ വെള്ളം നിറഞ്ഞ തണ്ടാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. അപ്പോൾ ഒരല്പം ഉപ്പും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്കറിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ ഒരു ഫിസിൽ വന്നിട്ട് ചെറിയ തീയിലെടുത്തിട്ട് ആവിക്ക് വേവിച്ചാൽ മതി 10 മിനിറ്റോളം. അപ്പം ഞാനതിലേക്ക് അരപ്പ് റെഡിയാക്കുകയാണ്. ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 6 കാന്താരിയാണ് ഞാൻ എടുത്തിട്ടത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. അപ്പോൾ അത് ഞാൻ തൈര് വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ അല്പം ഒഴിച്ചാൽ മതി. ഞാൻ പുളി കുറഞ്ഞതാണ് എടുത്തത്. അപ്പോൾ 2 തവി ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരല്പം കടുകും തേങ്ങ അരിഞ്ഞതിന് ശേഷം കടുകും ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പും തണ്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉടഞ്ഞിട്ടിട്ടുണ്ട്. അതൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്ത് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അരപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ആവി കയറ്റിയാൽ മതി. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അരപ്പിട്ടിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുത്തിട്ട് നമുക്ക് റെഡിയാക്കാം. ഞാനിനി ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പ് ഇട്ടിട്ടുണ്ട്. വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ചേമ്പിൻ തൂമ്പ് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചേമ്പും താളും ഒക്കെ ഇഷ്ടം പോലെ പറമ്പുകളിൽ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വെറും ചിക്കനും ബീഫൊക്കെ അല്ലാതെ ഈ രീതിയിലൊക്കെ മക്കൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ചോറ് കഴിക്കാൻ, ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.